ഞാൻ ചെയ്യുന്നത് ഹക്കാണ് ഹക്കാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ ചെയ്യുന്നത് ഹക്കല്ല, ഫക്കാണ്, അൺകൺട്രോൾഡ് ഫക്ക്. 5 മക്കളുടെ ഒരു ഇന്ന് മലപ്പുറത്തു നിന്നൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയതിനെ തുടർന്നിട്ടാണെങ്കിൽ ആ ഒരു ലേഡി മരണപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. നിങ്ങൾ എത്ര പേര് അത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. മടവൂർ കാഫില എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന, അതിനകത്തൂടെ മതപ്രഭാഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ ഭാര്യയാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ 5ാമത്തെ കുഞ്ഞായിരുന്നു ഈ ഒരു പ്രസവത്തിലൂടെ ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഇവരുടെ 3 മക്കളുടെ പ്രസവം വീട്ടിൽ വെച്ച് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ പ്രാഥമികമായിട്ട് നോക്കുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ പോലെ മതവും വിശ്വാസവും ഒക്കെ തീവ്രമായിട്ട് തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ശിലായുഗത്തിലെ ചിന്തകളുമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് വിവരക്കേടുകൾ കൊണ്ട് സംഭവിച്ചു പോയേക്കുന്ന മനഃപൂർവ്വമല്ലാത്ത ഒരു നരഹത്യ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പുറമേ നോക്കാൻ നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ നിരന്തരം ഈ ഒരു ക്രൈം കേസസിന്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനകത്ത് കുറച്ച് ക്രിമിനൽ ആക്ടിവിറ്റി പോലുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിൽ ആ ഒരു ന്യൂസിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. മലപ്പുറം ചട്ടിപ്പറമ്പ് ഈസ്റ്റ് കോടൂരിൽ ഈ സിറാജുദ്ദീനും അസ്മയും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടാണിത്. ഏതാണ്ട് 1.5 വർഷത്തോളമായിട്ട് ഇവർ ഈ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇത് നമുക്ക് ഈ നാട്ടുകാരിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ ഇങ്ങോട്ട് വരുമ്പോൾ കാസർഗോഡ് ഒരു പള്ളിയിൽ ഈ സിറാജുദ്ദീൻ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് ഈ നാട്ടുകാർക്ക് നൽകിയിരുന്ന വിവരം. അതിനുശേഷം ഈ നാട്ടുകാരുമായിട്ടൊന്നും തന്നെ വലിയ രീതിയിലുള്ള അടുപ്പമൊന്നും തന്നെ ഈ കുടുംബം പുലർത്തിയിരുന്നില്ല. ഇയാൾ ഈ മലപ്പുറത്ത് താമസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരാണെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ കുറേ വർഗീയതയും, മുസ്ലിം ആണല്ലോ അപ്പോൾ അതിന്റെ കുറേ വർഗീയതയുടെ എലമെന്റ്സ് ഒക്കെ അടിച്ചിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ദയവ് നിങ്ങൾ അങ്ങനത് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഇത് മെയിനായിട്ട് എടുത്ത് പറയുന്ന കഴിഞ്ഞ ദിവസം മറ്റേ വെള്ളാപ്പള്ളി നടശം പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞത് സത്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഇയാളുടെ സ്ഥലം, ഇയാളിപ്പോൾ താമസിക്കുന്നത് മലപ്പുറത്താണെങ്കിലും ഇയാളുടെ ശരിക്കുള്ള സ്ഥലം ആലപ്പുഴയാണ്. ഇവരുടെ ബന്ധുക്കൾ തന്നെ ഇത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വേദിക്കത് കാണാൻ പറ്റും. ഓക്കെ, ആലപ്പുഴയിൽ നിന്ന് പിന്നെ കാസർഗോഡ് പോയി പിന്നെ അവിടുന്ന് മലപ്പുറത്തോട്ട് ചേക്കേരി 1.5 വർഷമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, എന്ന് വെച്ച് വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ഓക്കെ മലപ്പുറംകാരെല്ലാം ഇങ്ങനെയാണ് എന്ന് ആ ഒരു സാധനം പൊക്കി പിടിച്ചുകൊണ്ട് ദയവ് ഇത് വരാണ്ടിരിക്കുക. ആൻഡ് ഇതിനകത്ത് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു കമന്റ് ഒരു 1-2 ഞാൻ ഇങ്ങോട്ട് വായിക്കാം. മിനി പാകിസ്ഥാൻ എന്ന് ചുമ്മാ വിളിക്കുന്നതാണ് എന്നൊരാൾ ഇട്ടേക്കുന്ന ഒരു കമന്റ് ആണ്. അതായത് മലപ്പുറത്തിനെ വിളിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചേക്കുന്നത്. അപ്പം ഒരാൾ ഇട്ടേക്കുന്ന അല്ല അഫ്ഗാനിസ്ഥാൻ എന്നുള്ള രീതിയിലൊരു കമന്റ് ഇട്ടേക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ സൽമാൻ ഫാരിസ് എന്ന് പറയുന്ന ഒരാൾ ഇട്ടേക്കുന്ന കമന്റാണ്. പാകിസ്ഥാൻ എന്താ കുഴപ്പം, പാകിസ്ഥാൻ സിന്ദാന്തെന്ന് ഇട്ടേക്കുന്നത്, സിന്ദാബാദ് ഉദ്ദേശിച്ചിട്ടേക്കുന്നതാണ്. പാകിസ്ഥാൻ എന്താ കുഴപ്പം, പാകിസ്ഥാൻ സിന്ദാബാദ്. അതായത് നമ്മുടെ നാട്ടിൽ ഇന്നും സ്ലീപ്പർ സെൽസ് ആയിട്ട് കഴിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. ഓൾറെഡി ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൻ്റെ അടുത്ത് ഈ പറയുന്ന വർഗീയതയുടെ എലമെന്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അപ്പോൾ അവർക്കിടയിലോട്ട് നിങ്ങൾ ഇത്തരം കമന്റ്സ് ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കിന് നിങ്ങളെപ്പറ്റി ആൾക്കാർ എന്തായിരിക്കും വിചാരിക്കുക, എന്തായിരിക്കും ചിത്രീകരിക്കുക. സോ ദയവ് നിങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആളെ പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നിട്ടേക്കുന്ന ഒരു കമന്റോടെ ഞാൻ വയ്ക്കാം. സിറാജ് എന്നാണ് നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത്. ഞാൻ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ആലപ്പുഴ വണ്ടാനം എന്ന സ്ഥലം എനിക്ക് കണ്ടപ്പോൾ തോന്നി 36-37 വയസ്സ് കാണത്തുള്ളൂ. പഠിക്കുമ്പോൾ വലിയ അലമ്പായിരുന്നു. അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ ഇയാൾ വലിയൊരു അലമ്പായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇയാൾ അറിയുന്ന വ്യക്തിയായിരിക്കും ഈ ഒരു കമന്റ് ഇട്ടേക്കുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇനി ബാക്കി ന്യൂസോടെ വെക്കാം. കുട്ടികളെ സ്കൂളിലാക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ അടുത്ത് ഈ കുട്ടികളെ ബസ് കയറ്റി വിടുന്നതിനും മറ്റുമായിട്ട് എത്തിയിരുന്നു. ഇങ്ങനെ മാത്രമേ ഈ യുവതിയെ കണ്ടിരുന്നുള്ളൂ. നാട്ടുകാർ തന്നെ കുട്ടികളെ സ്കൂളിലോട്ട് ബസ് കയറ്റി വിടാനൊക്കെ വരുന്ന ടൈമിൽ മാത്രമായിരുന്നു ഈ ഒരു ലേഡിനെ നാട്ടുകാരൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ബാക്കിയുള്ള ടൈമിലൊന്നും പുള്ളിക്കാരി അങ്ങനെ വെളിയിലോട്ട് കാര്യങ്ങളൊന്നും ഇറങ്ങത്തില്ല. അപ്പം അത്രത്തോളം റെസ്ട്രിക്റ്റഡ് ആയിട്ടായിരുന്നു അയാൾ ആ ഒരു ലേഡിനെ വെച്ചത് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. പലപ്പോഴും ഇവരോട് ചോദിച്ചിരുന്നു ഈ ഗർഭിണിയാണോ എന്ന്. അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അതേ ഗർഭിണിയാണ്, 8 മാസം ഗർഭിണിയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ഒരു അയൽവാസിയോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ യുവതി ഗർഭിണിയാണെന്ന് പോലും ഈ നാട്ടുകാർ അറിഞ്ഞത്. നമുക്ക് മെമ്പർ മുൻപേ നമ്മളോട് പ്രതികരിച്ചതുപോലെ തന്നെ ഈ വീട്ടിൽ കുറച്ച് ജനുവരിയിൽ ആശാവർക്കർമാരെത്തിയിരുന്നു. അന്ന് ഈ ഇവരോട് ഗർഭിണിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഗർഭിണിയല്ല എന്ന തരത്തിലാണ് ഇവർ പ്രതികരണം നൽകിയിരുന്നത്. ഈ വീടിന് വെളിയിലേക്ക് പുറത്തു വരാൻ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗർഭിണി ആണ് എന്ന് മനസ്സിലാക്കാനും ഈ ആശാവർക്കർമാർക്ക് സാധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ വീടിന് വെളിയിലോട്ട് വരാനെ കൊണ്ട് അധികം തയ്യാറായിരുന്നില്ല. അപ്പം ഒന്ന് ആലോചിക്കും, വീട്ടിലൊരാൾ വരുമ്പോഴത്തേക്കിന് വീട്ടിൽ വെളിയിലോട്ട് വരാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അത് എന്തായിരിക്കും കാരണം? കാര്യം ഇപ്പം നാട്ടുകാർ പോലും ആ ഒരു ലേഡിനെ കാണുന്നത് കുട്ടികളെ സ്കൂളിലോട്ട് വരാനാക്കുന്ന ആ ഒരു ടൈമിൽ മാത്രമാണ്. പിന്നെ ഈ പറയുന്ന ഡെലിവറിയോട് അടുത്ത ടൈമിൽ മാത്രമാണ് നാട്ടുകാർ ചോദിക്കുമ്പോൾ പ്രഗ്നന്റ് ആണെന്നുള്ളത് പറയുന്നത്. മുമ്പ് ആശാ വർക്കേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചോദിച്ച ടൈമിലാണെങ്കിൽ ഡെലിവറി ആണോ പ്രഗ്നന്റ് ആണോ ചോദിക്കുന്ന ടൈമിലാണെങ്കിൽ അതല്ല എന്നുള്ളൊരു കള്ളം പറയാണ്. അപ്പം ഇങ്ങനെ ഒരു കള്ളം പറയുന്നത് ഈ പറയുന്ന ഭർത്താവ് ഏൽപ്പിച്ചത് പ്രകാരം മറ്റാരും അറിയേണ്ട, ഇതൊന്നും ആരോടും പറയേണ്ട എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അയാളുടെ ഒരു കാരണം കൊണ്ടൊക്കെ ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇവർക്കൊന്നും പ്രതികരിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് ഇവരുടെ ഈ ഒരു ലേഡീൻ്റെ അല്ലെങ്കിൽ ഒരു അയൽവാസി തന്നെ പറയുന്നുണ്ട്. അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. പരാതി പറഞ്ഞിട്ടില്ല. കാരണം എന്തൊക്കെയാണെങ്കിലും ഭർത്താവിൻ്റെ സ്വാധീനത്തിലായിരിക്കും സ്വാധീനം. പിന്നെ കുടുംബത്തിൽ പറഞ്ഞാലും ഈ ഭർത്താവിനെ മറികടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ഒരു ശേഷിയുള്ള കുടുംബം ഒന്നുമല്ല, അത്ര വലിയ സ്വാധീനമുള്ള കുടുംബമൊന്നുമല്ല. അവരൊരു സാധുക്കളായ ആൾക്കാരാണ്, വലിയ ത്രാണിയുള്ള ആൾക്കാരൊന്നുമല്ല. ഈ മുൻപ് ഇവരുടെ ആണെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ ബാക്കിയുള്ള 3 മക്കളുടെ പ്രസവം നടന്നേക്കുന്നത്. അപ്പോൾ പോലും ഈ പുള്ളിക്കാരിക്കാണെങ്കിൽ എതിർത്തൊന്നും സംസാരിക്കാനോ ഒന്നും പറ്റുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഒന്നും അല്ല എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു അയൽവാസി പറയുന്നത്. അപ്പം ആ രീതിയിലൂടെയായിരുന്നു അവരുടെ വീട്ടിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുറത്തോട്ട് ആൾക്കാരെ കാണാൻ സമ്മതിക്കത്തില്ല. ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം എന്താണ്, വീട്ടിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ പ്രഗ്നന്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കള്ളം പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ.
ആക്ച്വലി എന്താണ് അയാൾ ആ ഒരു വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ അടുത്ത്. എന്തായാലും ഈ ഒരു ന്യൂസിന്റെ ബാക്കിയും കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. സിറാജുദ്ദീൻ ഒരു ഇങ്ങനെയുള്ള സിദ്ധ വൈദ്യം അതുപോലെ തന്നെ ഈ സിദ്ധ മന്ത്രവാദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അതുപോലെ ഈ പ്രഭാഷണം മറ്റൊക്കെ നടത്തുന്ന ഒരാളായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഈ സിദ്ധ മന്ത്രവാദം, അതായത് ഈ ആഭിചാരം അല്ലെങ്കിൽ അങ്ങനത്തെ മന്ത്രവാദം, ഈ ടോക്സിക് ആയിട്ടുള്ള വിശ്വാസത്തിന്റെ എലമെന്റ്സ് കാര്യങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തില് ഈ പറയുന്ന പോലെ അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ള ക്രൈം കേസസ് കുറച്ച് അധികമാണ് അല്ലെ. ഡ്രഗിന്റെ ഇത് ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാവുന്ന കേസുകൾ പോലെ തന്നെയാണെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള കേസുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പം ഇയാൾ ഈ പറയുന്ന പോലെ സിദ്ധ മന്ത്രവാദം അങ്ങനത്തെ പരിപാടിയൊക്കെ ആകുമ്പോഴത്തേക്കിന് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാര്യം വീട്ടിൽ വെച്ച് തന്നെയാണല്ലോ ഈ പറയുന്ന പ്രസവം കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ആൻഡ് ഇവരുടെ വീട്ടിൽ മാത്രമല്ല, മലപ്പുറത്ത് ബാക്കിയുള്ള പല സ്ഥലങ്ങളിൽ ഇതുപോലെ വീട്ടിൽ വെച്ച് തന്നെയാണ് പ്രസവം നടത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെ ന്യൂസിനകത്ത് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി നമുക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ബാക്കി കൂടെ കേൾക്കാം. സമീപത്ത് ഒരു വീട്ടുകാർ പറഞ്ഞു ഏതാണ്ട് 8 മണിയോട് കൂടി സിറാജുദ്ദീൻ ഈ സ്കൂട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിലേക്ക് വണ്ടി ഒന്നും എത്താത്തതുകൊണ്ട് തന്നെ സമീപത്തുള്ള ഒരു വീട്ടിലാണ് ഇവരുടെ കാർ പാർക്ക് ചെയ്തിരുന്നത്. ആ വീട്ടിൽ നിന്ന് ഏതാണ്ട് രാത്രിയോട് കൂടി 8 മണി 9 മണിയോട് കൂടി ഈ കാർ എടുത്ത് ഇയാൾ പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുവതി മരിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇവരെ ഒരു ആംബുലൻസ് വിളിച്ചാണ് ഈ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി ഈ തരത്തിലുള്ള വിവരങ്ങളൊന്നും അറിയില്ല. ഇയാൾ ഒരു കാർ ഇവിടെ എടുത്തുകൊണ്ട് പോയി എന്ന് മാത്രമേ നാട്ടുകാർക്ക് അറിയത്തുള്ളൂ. അതുപോലെ തന്നെ ഈ കുട്ടി ജനിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന തരത്തിലൊരു സ്റ്റാറ്റസും ഒരു വാട്സ്ആപ്പ് സ്റ്റാറ്റസും ഇയാൾ ഇട്ടിരുന്നു. അത് കണ്ട ചില നാട്ടുകാരുണ്ട്. അങ്ങനെയാണ് ഈ നാട്ടുകാർ ഈ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തിരക്കാനായിട്ട് ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഇവർ ഇവിടെ ഇല്ലെന്നും അതുപോലെ പിന്നീട് പെരുമ്പാവൂർ പോലീസ് ഈ നാട്ടിലുള്ള മെമ്പറെ അടക്കമുള്ളവരെ വിളിച്ച് ഈ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഈ നാട്ടുകാർ തന്നെ അറിഞ്ഞത്. എന്തായാലും 6:30ക്കാണ് പ്രസവം നടക്കുന്നത്. അതിനുശേഷം 9 മണി ടൈം എന്തോ ആകുമ്പോഴാണ് ഈ ഒരു ലേഡി മരണപ്പെടുന്നത്. അതൊക്കെ ഈ ഒരു ന്യൂസിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് ജനിച്ച ഒരു കാര്യമാണെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് നാട്ടുകാരെ മൊത്തം അറിയിച്ച് ആ ഒരു സെലിബ്രേഷൻ മൂഡ് സാധനം ഇയാൾ കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ലേഡി തൻ്റെ ഭാര്യയല്ലേ, അപ്പം എന്തിനാണെങ്കിലും ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ ആയിരിക്കുമല്ലോ ആ ഒരു വീട്ടിൽ അല്ലെങ്കിൽ കടന്ന് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കാതെ വീട്ടിൽ തന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും അവിടെ, അല്ലെങ്കിൽ അയാളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? എത്രയും സൈക്കോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. ആ ഒരു ടൈമിൽ കുഞ്ഞ് ജനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് നാട്ടുകാരെ മൊത്തം അറിയിക്കാനൊക്കെ കാണിക്കുകയാണ് അല്ലേ. അപ്പം ഈ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ആ ഒരു ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനത്തെ നല്ല സിറ്റുവേഷനിലൂടെ ആയിരിക്കും പൊക്കോണ്ടിരിക്കുക. അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ അയാൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് ആർമാദിക്കുകയായിരുന്നു. ഓക്കെ, എന്തിനാണെങ്കിലും ഒരു പെരുമ്പാവൂർ ആ ഒരു ലേഡിയുടെ സ്ഥലമാണ്. അപ്പം ആ ഒരു ലേഡിയുടെ അടുത്തുള്ള ഒരു അയൽക്കാരൻ പറയുന്ന ബാക്കി കാര്യങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. അയൽവാസിയാണ് സംഭവം. ഈ ബോഡിയായിട്ട് രാവിലെ നാട്ടിലിവിടെ വീട്ടിലെത്തുമ്പോഴാണ് ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ അറിയുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കെന്തോ പ്രസവം കഴിഞ്ഞിരിക്കുന്നതാണ്. രാത്രി 9 മണിയോട് കൂടിയിട്ടാണ് മരണം സംഭവിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ആരോടും തന്നെ ഈ പ്രസവിച്ച വിവരമോ അതല്ലെങ്കിൽ ഇങ്ങനെ ക്രിട്ടിക്കലായ സ്ഥിതിമോ മരിച്ച വിവരമോ പറയുണ്ടായില്ല. ആകെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളുടെ ഭർത്താവുണ്ട്, ആലപ്പുഴ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തോട് മാത്രം വിളിച്ച് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വീട്ടിൽ വിളിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായില്ല. അവർ മരണം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോകാൻ അറിഞ്ഞത്. അതിനുശേഷമാണ് നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് വന്നിട്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായത്. ഇത് വേറെ ആരോടും ഇയാൾ പറഞ്ഞിട്ടില്ല, അയാളുടെ പെങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഈ മരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെലിവറി കഴിഞ്ഞിട്ട് ഈ സമയങ്ങൾക്കിടയിൽ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാതെ അല്ലെങ്കിൽ ഒരു മരണപ്പെട്ടിട്ടും വീട്ടുകാരുടെ അടുത്ത് പറയാതെ ഇയാൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പം ആ ഒരു പെങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്താണ് പറഞ്ഞേക്കുന്നത്. അപ്പം അയാൾ പോലും പുറത്തോട്ട് പറഞ്ഞിട്ടില്ല, വേറെ ആരുടെ പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞല്ലോ ഓക്കെ, ബാക്കിയുള്ളവർ വിഷമിക്കേണ്ട ദുഃഖിക്കേണ്ട എന്നുള്ളത് വിചാരിച്ചിട്ടാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അയാൾ അന്ന് രാത്രി ഈ പറഞ്ഞ പോലെ ബോഡി ആയിട്ടാണെങ്കിൽ ആ ഒരു ലേഡിയുടെ ബോഡി ആയിട്ടാണെങ്കിൽ തിരിച്ച് ഈ പെരുമ്പാവൂരിലോട്ട് വരുന്നുണ്ട്. അപ്പം എന്തായാലും പറയേണ്ടതായിട്ട് വരുമല്ലോ. അപ്പം അങ്ങനെ പറയാതെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഈ സമയങ്ങൾക്കിടയിൽ അയാൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു അയാളുടെ മാനസികാവസ്ഥ? മൊത്തം 5ാമത്തെ പ്രസവമാണ് നടന്നത്. നമ്മൾ അറിഞ്ഞാൽ ശരിയാണെങ്കിൽ 3 പ്രസവം വീട്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതിൽ ഒരു പ്രസവം മാത്രമാണ് ഹോസ്പിറ്റലിൽ നടന്നതായിട്ടാണ് അറിയുന്നത്. ഇത് ഞാൻ വേറെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 3 പ്രസവം, ബാക്കി ഉള്ള 3 കുഞ്ഞുങ്ങളുടെ പ്രസവം വീട്ടിൽ വെച്ച് തന്നെയാണ് നടന്നേക്കുന്നത്. ഇത് വർഷം 2025 മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമായ കിള്ളിയോടെ വീട്ടിൽ വെച്ചാണ് പ്രസവം നടന്നിരിക്കുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതിന്. പിന്നെ ഇയാൾ ഈ വലിയ മതപ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് വെളിച്ചം കൊടുക്കുക, വെളിച്ചം പകരുകയാണെന്നുള്ളതിലേക്ക് വന്ന് കാണിക്കുന്ന ഇയാൾ അല്ലെങ്കിൽ ഇയാളെ നമ്പി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താ, ഓക്കെ നമുക്ക് ഈ അറിവുകൾ പറഞ്ഞിരുന്നു ഇയാൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ പിന്നെ നമുക്കും അങ്ങനെ ചെയ്തൊക്കെ എന്ന് ഫോളോ ചെയ്തിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ. അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി ഇതിനകത്ത് സംസാരിക്കണം. അതോടെ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. അല്ല, അത് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവർക്ക് ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ മലപ്പുറത്താണ് ഇവർ താമസിക്കുന്നത്. ശരിക്കും ബേസിക്കലി ഇവർ ആലപ്പുഴക്കാരാണ്. മലപ്പുറത്താണ് അദ്ദേഹം ഇപ്പോൾ വസിക്കുന്നത്. അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷേ വീട്ടുകാർക്കൊക്കെ അത് വലിയ സ്വാധീനം ആൾക്കാരൊന്നുമില്ല. അവർ നിരന്തരം പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ അവരത് കേൾക്കാനോ ചെയ്യാനോ ഒന്നും കൂട്ടാക്കിയിട്ടില്ല. ഈ വീട്ടിൽ പ്രസവം നടത്തുന്നത് വേണ്ട എന്നുള്ള രീതിയിലാണ് ഈ ഒരു ലേഡിയുടെ വീട്ടുകാർ പറഞ്ഞുള്ളതാണ് പുള്ളി ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടും ഇവർ സമ്മതിക്കുന്നില്ല. ഓക്കെ, വീട്ടിൽ വെച്ച് തന്നെ മതി എന്നുള്ളത്. ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ 5 മക്കളുണ്ടെന്ന്. ഇവളിപ്പം അവർ ആ ഒരു മലപ്പുറത്താണെങ്കിൽ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് 1.5 വർഷമായി. ഈ 1.5 വർഷമായിട്ട് ഇവർ ഈ വാടക വീട്ടിൽ താമസിക്കുന്ന ആ ഒരു വീടിന്റെ ഓണർ ഉണ്ടല്ലോ, ആ ഓണർക്ക് പോലും ഇവർക്ക് ഈ 5 മക്കളുണ്ടെന്ന് ഈ ഒരു മരണത്തിന് ശേഷമാണ് അറിയുന്നത്. പുള്ളി പറഞ്ഞ കാര്യം ഇങ്ങോട്ട് വെക്കാം. ഇതുപോലെ 3 കുട്ടികൾ 5 കുട്ടികളുണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് അറിയണത്.
അതായത് ഇവർക്ക് 5 കുട്ടികളുണ്ടെന്ന് ഇത്രയും ഒരു 1.5 വർഷമായിട്ട് അവരോട് താമസിച്ചിട്ട് ഇപ്പോഴാണ് അവരത് തന്നെ അറിയുന്നത് തന്നെ. അപ്പം ഇത്രയും നാൾ ഇതൊക്കെ എന്തിനാണ് ഇതിന് മാത്രം പ്രൈവസി അല്ലെങ്കിൽ ഇത്രയും പ്രൈവറ്റ് ആയിട്ട് വെക്കാൻ മാത്രം എന്ത് കാര്യമാണ് ഇയാളുടെ വീട്ടിലൂടെ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഒരു മധ്യത്തിൽ വന്നിട്ടാണെങ്കിൽ ഇതുപോലെ വലിയൊരു പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന വ്യക്തി വീട്ടിൽ വന്ന് എന്താണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു ലേഡി സത്യം പറഞ്ഞാൽ അവിടെ സഹിച്ച് ക്ഷമിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടിയിട്ടാണ് മരണം സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് 11 ശേഷം മരിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, 9 മണി ഇപ്പോൾ ഈ ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ അതിന് കൂടെ വന്ന ആളുകൾ പറയുന്നത് ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ കൈയൊക്കെ മരവിച്ചിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് അധികം സമയമായിട്ടുണ്ടായിരുന്നു. കൂടെ 5ഓളം പേര് കൂടെ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരായ ആളുകളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ കുറെ ഫാൻസാരാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തുള്ള പല സ്ഥലത്ത് മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തുള്ള ആളുകളാണ്. ഓക്കെ, ഇയാളുടെ ഫാൻസ്, അതായത് ഇയാൾ പറയുന്നതെല്ലാം നമ്പി നിൽക്കുന്ന കുറേ ആൾക്കാർ മലപ്പുറത്തു നിന്നുള്ള ആൾക്കാരാണ്. ഓക്കെ, മലപ്പുറത്തു നിന്ന് അങ്ങും ഇങ്ങുള്ള കുറച്ച് ആൾക്കാരാണ്. അപ്പം ഈ ബോഡി എടുക്കാൻ ഈ ലേഡിനെ എടുക്കാനെ കൊണ്ട് വേറെ ആരെയല്ല വിളിച്ചിരിക്കുന്ന കുറച്ച് ദൂരത്തുള്ള ആൾക്കാർ. അതായത് ഈ അടുത്തുള്ള ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് അറിയാൻ പാടില്ല. അപ്പം ഇയാളുടെ ഫാൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനൊക്കെ ഈ മതപരമായിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഇയാളുടെ മറ്റേ ടോക്സിക് രീതിയിലുള്ള ഈ പറയുന്ന ആഭിചാരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള നമുക്ക് അറിയത്തില്ല. മേ ബി അങ്ങനെ ആണെങ്കിൽ അത് എന്തായാലും ഇയാൾ എന്താണ് ചെയ്യുന്നത് അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും വന്നിരിക്കുന്ന ഫാൻസ് എന്ന് പറഞ്ഞേക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ അവർ വന്നിട്ട് അവരെ വിളിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ വിളിക്കുന്നത്. അപ്പം 6:30 ഡെലിവറി കഴിഞ്ഞു, 9 മണിയാകുമ്പോഴത്തേക്കും ഒരു ലേഡി മരണപ്പെടുന്നു. എന്നിട്ട് 11 മണിക്കാണ് മരണപ്പെട്ടെന്നുള്ള രീതിയിലാണ് ഇവരുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോഡി കയറ്റി വെക്കാൻ നിന്ന ആൾക്കാർ തന്നെ പറയുന്നുണ്ടെന്ന്, അതായത് ബോഡിക്കാണെങ്കിൽ ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇതിനകത്ത് എന്താണ് ഈ ഒരു ഭയങ്കര എനിക്ക് കേട്ടിട്ട് തന്നെ ഭയങ്കര കൺഫ്യൂസ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇത് ഇത്രയും കേട്ടിട്ട് എന്താ തോന്നുന്നത്? നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയും. ഇനി എനിക്ക് തോന്നിയതിൻ്റെ തെറ്റുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല, ബാക്കിയും കൂടെ പുള്ളി പറയുന്നേക്കാം. അദ്ദേഹം പറഞ്ഞത് കുറച്ച് ദിവസം നമ്മൾ ചോദിച്ചു, വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ പ്രസവത്തിന്റെ സമയത്ത് ഒരു ഒറ്റപ്പെട്ട വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇപ്പോൾ ഈ കൂടെ വന്ന ആളുകൾ എങ്ങനെ വന്നെന്ന് വെച്ചപ്പോൾ ഇവർ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്ന് വിളിച്ചു വരുത്തിയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു അയൽവക്കത്തോ അയൽവാസികൾക്കും പറയാതെ എന്ന് വെച്ചപ്പോൾ ഒരു ഒറ്റപ്പെട്ട വീടാണ്, കുറച്ച് ദൂരെയാണ് അയൽവാസികളുള്ളത്, അവരുടെ വലിയ പരിചയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൂരെ നിന്ന് ആളുകൾ വിളിച്ചു വരുത്തിയാന്ന് പറഞ്ഞത്. അത് വിളിച്ചു വരുത്തിയത് ആണുങ്ങളാണ് വിളിച്ചു വരുത്തിയത്, സ്ത്രീകളാരും വന്നതായിട്ട് നമുക്ക് അറിയില്ല. ഈ ആണുങ്ങൾ വന്ന് ആൾ മരിച്ച ആളെ ആംബുലൻസ് കയറ്റി കൊണ്ടുവരാണ് ചെയ്തിരിക്കുന്നത്. ഇയാൾ ഈ അടുത്തുള്ള ആൾക്കാരുമായിട്ട് ഒത്തിരി വിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവരായിട്ട് ഒരു കോൺടാക്ട് വെക്കുന്നില്ല എന്നുള്ള അവിടുത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞു. അതുകൂടെ ഞങ്ങോട്ട് വെക്കാം. ഇയാൾ പറഞ്ഞാൽ നമ്മൾക്ക് ആരുമായിട്ട് യാതൊരു ബന്ധമില്ല, ഈ സ്ഥലത്തിലെ പരിസരത്തിലുള്ള ഒരു വീടുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇവൻ പറഞ്ഞാൽ എന്താണ് ഇയാളെ ജോലി അല്ലെങ്കിൽ ഇയാളെ എന്താണ് സംഭവങ്ങളൊന്നും നമ്മൾക്ക് ആർക്കും ഇതുവരെ അറിയില്ല. അപ്പം നിങ്ങൾ തന്നെ ആലോചിക്കുക, ഈ അടുത്തുള്ള ആൾക്കാരുമായിട്ട് ഇത്രയും കോൺടാക്ട് വിട്ട് നിന്നിട്ട് ഇപ്പം ദൂരത്തുനിന്നുള്ള ആൾക്കാരെ വിളിക്കുകയാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇപ്പം ആ ഒരു ഭാര്യയ്ക്ക് ഇങ്ങനെ വയ്യാണ്ട് കിടക്കുകയാണ്, അല്ലെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ആ ഒരു ടൈമിൽ ഓക്കെ നമുക്ക് ദൂരത്തുനിന്ന് ആൾക്കാരുമായിട്ട് അടുത്തുള്ള ആൾക്കാരെ പരിചയമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ദൂരത്തുനിന്ന് അങ്ങൂന്ന് വിളിക്കാനെ കൊണ്ട് നിൽക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന അടുത്തുള്ള പരിചയമില്ലെങ്കിൽ കൂടി നമ്മൾ അവിടോട്ട് വിളിക്കാൻ നിൽക്കുമോ? നിങ്ങൾ തന്നെ ആലോചിക്കും, ഇപ്പോൾ എത്ര ഈഗോയോ അല്ലെങ്കിൽ ഈ പറയുന്ന അടുത്തുള്ള അയൽക്കാരുമായിട്ടൊക്കെ വഴക്കുമായിട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും സ്വന്തം ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം വരുന്ന ടൈമിലാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര ശത്രു ആണെങ്കിൽ പോലും എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് നിസ്സഹായതയോട് നമ്മൾ ചോദിക്കുക. കാര്യം നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ. അപ്പം അങ്ങനെ പോലും ചെയ്യാതെ ദൂരത്തു നിന്നാണ് ഇവൻ ആൾക്കാരെ എല്ലാം വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അപ്പൊ എന്തുവാണ് ഇയാൾ ആ വീടിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചോരക്കുഞ്ഞിനെ ഇവർ ആ കൊച്ചിനെ പോലും ഹോസ്പിറ്റലിലേക്ക് ചെയ്യാതെ ആ കൊച്ചിനെ കൂടെ കൂടിയിട്ടാണ് ഇവിടെ കിലോമീറ്ററോളം സഞ്ചരിച്ച് ഒരു വീട്ടിൽ കൊണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലായതിനു ശേഷം നമ്മൾ ഇപ്പോൾ വാദ്യത്ത് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഐസിയിലാണ്, അത് പറയാറായിട്ടില്ല, ഐസി തന്നെയുള്ളത്. ഇപ്പൊ ഏതൊരാളാണെങ്കിലും കുഞ്ഞിന്റെ കാര്യത്തിൽ ഓക്കെ ഭാര്യ മരണപ്പെട്ടു, അല്ലെങ്കിൽ ഭാര്യയെ എന്തായാലും ഹോസ്പിറ്റലിലാക്കാനൊക്കെ ഉള്ള ആ ഒരു ശുഷ്കാന്തി ഇവൻ കാണിച്ചില്ല. അറ്റ്ലീസ്റ്റ് കുഞ്ഞിനെയെങ്കിലും ഓക്കെ, ആ ഒരു ചോര കുഞ്ഞിനെങ്കിലും കുഞ്ഞിനെ പോലും ആ ഒരു കുഞ്ഞിനോട് പോലും ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി അതിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾ എത്രത്തോളം വലിയൊരു എങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള ഒരാളാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർ ഇത്തരം പ്രവണതകളുമായിട്ടാണ് നടക്കുന്നത്. നമുക്ക് ഇതിൽ പല ടൈപ്പ് ആളുകളുണ്ടല്ലോ. ഇതൊരു തട്ടിപ്പിന്റെ വെർഷനാണെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് അതിനകത്ത് പറയാൻ കഴിയും. കാരണം ഇവർക്ക് ഈ ചികിത്സ, അതായത് നമുക്കിപ്പോൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കാതെ എന്തായാലും അസുഖങ്ങൾ മാറത്തില്ല എന്നുള്ള നമുക്ക് ഉറപ്പാണ്. അത്തരം ചികിത്സകൾക്കൊക്കെ എതിർക്കുന്ന, അതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു തരം പ്രത്യേകതരം ആളുകളാണ് ഇവരാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ട്രാൻസ് സിനിമയ്ക്കകത്താണെങ്കിൽ നമ്മുടെ വിനായകന്റെ ഒരു സീൻ ഉണ്ടല്ലോ, സ്വന്തം മകളെ ആണെങ്കിൽ ഓക്കെ ഫഹദ് ഫാസിൽ ആ ഒരു ദൈവത്തിന്റെ ആശയങ്ങൾ എത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അയാൾ എന്ത് പറയുന്നു അത് വേദവാക്യമാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അയാൾ പറയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, നിങ്ങൾ ദൈവം രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും വിശ്വസിച്ചുകൊണ്ട് വിനായകൻ ആ ഒരു കുഞ്ഞിനെ അങ്ങനെ ഇട്ട് കുഞ്ഞിനെ കൊല്ലുകയാണ് അല്ലേ. അവിടെ ഹോസ്പിറ്റലിൽ വേണ്ട, നമുക്ക് ദൈവം മതി എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ദൈവം അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ മെന്റാലിറ്റി ദൈവം ഇത് ചേഞ്ച് ചെയ്യുക. നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതിന് ഹോസ്പിറ്റലിൽ തന്നെ പോകണം. ഓക്കെ, അത് വിൽക്കാനായി നിൽക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ദയവ് നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ഉച്ചയ്ക്ക് എൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു ആശുപത്രി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ ആദ്യത്തെ കാലം വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ പ്രസവിച്ചത്, കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും ഇതും നല്ല രീതിയിൽ നടക്കുന്നൊക്കെയാണ് അവൾ അപ്പോൾ പറഞ്ഞത്. ഈ മരിച്ച കുട്ടി പറഞ്ഞത്, അസ്മ പറഞ്ഞത് ആയിരിക്കണം. അപ്പോൾ മറ്റുള്ള വീട്ടുകാർക്ക് പറയുന്നുണ്ട്, ആശുപത്രി പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ആശുപത്രി പോകുന്ന ബാക്കിയുള്ള ഈ ഒരു അസ്മ എന്ന് പറഞ്ഞ ഈ ഒരു ലേഡി അടുത്ത് പറഞ്ഞിട്ട് പോലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, മുമ്പ് ഒരു 3 പ്രസവം വീട്ടിൽ തന്നെയാണ് നടന്നത്, ഇതും കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇത് നിർബന്ധിതമായിട്ട് ഇങ്ങനെ ഈ ഒരാളെ പേടിച്ച് നിൽക്കുകയാണോ, അല്ലെങ്കിൽ അയാൾ പറയുന്നതെല്ലാം അങ്ങനെ അനുസരിക്കേണ്ടി വരികയാണോ എന്നുള്ള മനസ്സിലാവുന്നില്ല. കാര്യം ഈ അയൽക്കാരൻ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും എതിർപ്പുകളൊന്നും അറിയിക്കാനെ കൊണ്ടുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. ഇവരുടെ വീട്ടുകാർ, ഈ ഒരു ലേഡിയുടെ വീട്ടുകാർ തന്നെയാണെങ്കിൽ അത് വീട്ടിൽ വെച്ച് പ്രസവം വേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത് അവർ സമ്മതിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ എന്താണ് അയാൾ അവിടെ ചെയ്യുന്നത്? എന്താണ് അയാൾക്ക് ഈ പറയുന്ന ആഭിചാരമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും എലമെന്റ്സ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ? അവരുടെ ബന്ധുക്കൾ കുറേ നമ്മുടെ വീട്ടിലുണ്ട്. അവർ അവിടെ വീട്ടിലിരുന്നിട്ട് വളരെ മോശമായ രീതിയിൽ ഈ വ്യക്തിയെ ന്യായീകരിക്കുന്ന രീതിയിലൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി. വീട്ടിലെ പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെ അതിൽ വിഷമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ കുറച്ച് അങ്ങനെ വർത്താനം പറയലും കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കലും ചെറുതൊന്നും നല്ല ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ വെച്ചിട്ട്. അതിനുശേഷം അവർ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും, പോലീസ് വന്നിട്ട് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കണം, ഞങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. എടേ, ഇവനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. ഓക്കെ, എടേ, എന്ത് മെന്റാലിറ്റി ആണെന്ന് നിങ്ങൾ ആലോചിക്കുക. മതത്തിന്റെ വിശ്വാസത്തിന്റെ ഇത്രയും തീവ്രത കൊണ്ട് നടക്കുന്ന ശിലായുഗത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, എടേ, ഇവരൊക്കെ എന്താണ് ഇവരുടെ ഒരു മെന്റാലിറ്റി നിങ്ങൾ ആലോചിക്കുക. ഹോസ്പിറ്റലിൽ പോകണ്ട, വീട്ടിൽ വെച്ച് തന്നെ ഇതെല്ലാം ചെയ്താൽ മതി എന്നുള്ളത്. എപ്പോഴും എനിക്കിവിടെ സംശയങ്ങൾ കിടക്കുന്നത്, ഇപ്പം ആ ഒരു ലേഡി ആണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്നത് തന്നെ കുഞ്ഞുങ്ങളെ പറയുന്ന പോലെ സ്കൂളിലാക്കാൻ വേണ്ടി ബസ് കയറ്റി വിടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ മാത്രമാണ് ആൾക്കാർ തന്നെ ഈ ഒരു ലേഡീനെ കാണുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആശാ വർക്കേഴ്സ് ചോദിക്കുന്ന ടൈമിലാണെങ്കിൽ പ്രഗ്നന്റ് അല്ല എന്നുള്ളൊരു കള്ളം പറയാണ്. എന്തിനാണ് അങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യം? ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഓക്കെ നമ്മളിപ്പോൾ ആൾക്കാരുടെ അടുത്തൊന്നും പറയേണ്ട എന്നുള്ള സംഭവം വിചാരിച്ചിട്ടാണെങ്കിൽ ഓക്കെ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ഇത് നിർബന്ധിതമായിട്ട് പറയേണ്ടി വരുന്നതാണോ? അതേപോലെ ഡെലിവറിയോട് അടുക്കുന്ന ടൈമിൽ മാത്രമാണ് ആൾക്കാർ ചോദിക്കുമ്പോൾ പറയുന്നത് ഓക്കെ പ്രഗ്നന്റ് ആണ് എന്നുള്ള രീതിയിൽ. അപ്പോഴും 1.5 വർഷമായിട്ട് ആ ഒരു വീട്ടിൽ വാടക വീട്ടിൽ താമസിച്ചിട്ട് ആ ഒരു വീടിന്റെ ഓണർ തന്നെ ഇവർക്ക് 5 മക്കളുണ്ടെന്ന് അറിയുന്നത് ഈ ഒരു മരണത്തിന് ശേഷം മാത്രമാണ്. അപ്പോൾ അത്രയും പ്രൈവറ്റ് ആയിട്ട് ഇയാൾ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് ആയിട്ട് ഇത്രയും പ്രൈവസി ഉണ്ടാക്കാനും മാത്രം ഇവൻ എന്തോടെ അത്രയും വലിയ എന്തെങ്കിലും സംഭവം കൊണ്ടാണ്ടോ വല്ലതും ആണോ? എന്തിനാണെങ്കിൽ ഇവന് മുമ്പ് യൂട്യൂബിലൂടെ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടെ ഞാൻ ഇവിടോട്ട് വെച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ എൻഡ് ചെയ്യാം. ഈ കറാമത്തൊന്നും പറയണ്ട, ഇത് നിർത്തിവെച്ച് കൂട്ടിപ്പൊക്കണമെന്ന് പറഞ്ഞാൽ പോകൂല. ഇത് CM വലിയുല്ലാഹിയെ, ബഹുമാനപ്പെട്ട കുത്തുബില്ലാലും CM വലിയുല്ലാഹിയെ പരിചയപ്പെടുത്താൻ നല്ല നീയത്തോടുകൂടി മടവൂരിന്ന് നല്ല നീയത്തോടുകൂടി തുടങ്ങിയ പരിപാടിയാണ്. CM വലിയുല്ലാഹി ആദരിച്ച ബഹുമാനിച്ച അവിടുത്തെ വലിയ മഹത്വമുള്ള വീട്ടിൽ നിന്ന് തുടങ്ങിയ പരിപാടിയാണ്. അതുകൊണ്ട് ഈ പരിപാടി നിർത്തിവെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാതെയാണ്. മടവൂർ കാഫില നിർത്തില്ല, അത് മുന്നോട്ട് തന്നെ പോകും, ഇസ്സത്തോടെ പോകും. എന്നെക്കുറിച്ച് എന്ത് ആരോപണങ്ങൾ ഇവിടെ പറഞ്ഞോ, എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ഇവിടെ താറടിച്ചു വെപ്പിച്ചോ, ആളുകളുടെ മുന്നിൽ എന്നെ ഒറ്റപ്പെടുത്തിക്കോ, എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരു വിഷമവുമില്ല. ഞാൻ ഒരു ചെവിയിൽ കൂടെ കേട്ട് ഒരു ചെവിയിൽ കൂടെ കളയും. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഹക്കാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ ചെയ്യുന്നത് ഹക്കല്ല, ഫക്കാണ്, അൺകൺട്രോൾഡ് ഫക്ക്. 5 മക്കളുടെ ഒരു ലേഡി ഒരു 2 പേരെ കൺസീവ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഹെൽത്ത് ഒക്കെ അത്യാവശ്യം ബാഡായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരിക്കും. 5 പേരെ താങ്ങുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു ലേഡിയുടെ ആരോഗ്യസ്ഥിതി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ 5ാമതൊരു ഡെലിവറി എന്ന് പറയുമ്പോഴത്തേക്കിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ല ചെയ്യേണ്ടത്. അതിനൊരു യുക്തി ഇല്ലാത്ത ഇവൻ ഹക്കെന്ന് പറയുന്ന ഹക്കാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന്റെ മിക്കവാറുള്ള വീഡിയോസിന്റെ അവസാനം എൻഡിൽ ഇവൻ വെക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, മഹാന്മാരുടെ മഹത്വങ്ങൾ പറയലും കേൾക്കലും ദോഷം പൊറുക്കപ്പെടാൻ കാരണമാകും. ശരിയായിരിക്കാം, പറയുന്ന മഹാന്മാരുടെ മഹത്വങ്ങളൊക്കെ പറയുന്നതും കേൾക്കുന്നതൊക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഈ ആൾക്കാരിലോട്ട് പറഞ്ഞു കൊടുക്കുന്നവൻ അവനൊരു ക്വാളിറ്റി വേണ്ടേ? ഇങ്ങനത്തെ തോന്നിവാസങ്ങളൊക്കെ കാണിക്കുന്ന, ഇത്തരം വിവരക്കേട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് ഇവൻ ചെയ്തേക്കുന്ന കാര്യത്തിൽ. പക്ഷേ ഇങ്ങനെയുള്ളൊരു പുന്നാരമോനാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ നിന്ന് നിർത്തണം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ആ ഒരു മുസ്ലിം ആയതുകൊണ്ടെന്ന് അങ്ങനത്തെ ഒരു ചിന്താഗതി നിങ്ങൾ വെക്കരുത്. ഇത് നിങ്ങൾക്കറിയാലോ, ഞാൻ പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ മാത്രമാണ്, മനുഷ്യനെ മനുഷ്യമായിട്ട് മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ രാഷ്ട്രീയ മതമോ വിശ്വാസത്തിൻ്റെ ഒരു വേർതിരിവിലും കാണുന്ന ഒരു വ്യക്തിയല്ല. ഇതിപ്പം ഇസ്ലാം മതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും തീവ്രമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്ന റോങ് നമ്പറുകളെ ഒറ്റപ്പെടുത്തി നമ്മുടെ സമൂഹത്തിൽ നിർത്തേണ്ടതാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ലേഡീസ് ഇനി നമ്മുടെ സമൂഹത്തിലുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കും. അങ്ങനെ എത്ര കേസുകളാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ദയവ് ഇത് അങ്ങനെയുള്ള ഈ ഒരു തീവ്രമായിട്ടുള്ള വിശ്വാസം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോകാണ്ടിരിക്കുക. വിശ്വാസം വേണം, ആവശ്യത്തിന് മാത്രം. ഓക്കെ, എന്താണെങ്കിലും ഒരു രോഗം വന്നു കഴിയുമ്പോഴത്തേക്കിന് ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്, ആശുപത്രിയിലാണ് പോകേണ്ടത്. അതാണ് ഒരു യുക്തിയുള്ള ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യം. എന്തിനാണ് ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് തല അടുത്തൊരു ഡേറ്റ് കാണാം. അപ്പോൾ ശരി, ബൈ.